വെൽക്കം ടു വൈറ്റ് സ്വാൻ ബിഗ് ബ്രേക്കിംഗ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വ്യാപകമായി തൊഴിൽ വാഗ്ദാനങ്ങളുമായി ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് തട്ടിപ്പിന് ഇരയാക്കുന്നതായി പരാതി. ക്രൂരമായ പീഡനങ്ങൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തും മറ്റും നേരിടേണ്ടി വരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വ്യാപകമായി തൊഴിൽ വാഗ്ദാനങ്ങളുമായി ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് തട്ടിപ്പിന് ഇരയാക്കുന്നതായി പരാതി. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന HPL കമ്പനിക്കെതിരെയാണ് വ്യാപക പരാതി ഉയരുന്നത്. തൊഴിലില്ലായ്മയെ ദുരുപയോഗം ചെയ്ത് സംസ്ഥാനത്തിന്റെ അങ്ങിങ്ങോളമുള്ള യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ടുള്ള തട്ടിപ്പ് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആകർഷകമായ വാഗ്ദാനങ്ങൾ നിരത്തി പത്രങ്ങളിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. ഈ പരസ്യം കണ്ട് വിശ്വസിച്ച് കമ്പനി നടത്തുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നതിന് പിന്നീട് ഉദ്യോഗാർത്ഥികളുടെ തിരക്കാകും. ഇന്റർവ്യൂ കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലിക്കായി തെരഞ്ഞെടുത്തുവെന്നും അധികം വൈകാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പിന്നീട് നൽകും. ഉയർന്ന ശമ്പളത്തിനൊപ്പം തന്നെ താമസവും ഭക്ഷണവുമെല്ലാം വാഗ്ദാനം ചെയ്യും. ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും ആകർഷണം തോന്നുന്ന ആനുകൂല്യങ്ങളും ശമ്പളവുമാകും ഇത്തരം കമ്പനികൾ വാഗ്ദാനം ചെയ്യുക. ഓഫീസ് ജോലിക്കാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഈ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരുന്നത്. ആദ്യ ദിവസങ്ങളിൽ ചില ഓഫീസ് ജോലികൾ മാത്രമാകും ഇവർക്ക് നൽകുന്നത്. പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്നും അതിനായി വീടുകളിൽ കയറി ചെന്ന് സാധന സാമഗ്രികളുടെ കച്ചവടം നടത്തണമെന്നും നിർദ്ദേശിക്കും. ഏതു വിധേനയും ജോലിക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ ഇത് വിശ്വസിച്ച് ഡയറക്ട് മാർക്കറ്റിംഗിന് ഇറങ്ങും. എന്നാൽ ഈ ജോലി ദിവസങ്ങൾക്കും ആഴ്ചകൾക്കുമപ്പുറം മാസങ്ങൾ നീളുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് സംശയം തോന്നും. അപ്പോഴേക്കും പൂർണ്ണമായും ഇവർ തട്ടിപ്പുകാരുടെ വലയിൽ വീണിരിക്കും. പിന്നീട് അങ്ങോട്ട് ഇവരുടെ മൊബൈൽ ഫോൺ പോലും നിയന്ത്രിക്കുന്നത് കമ്പനിയുടെ ഭാഗമായ ആളുകളായിരിക്കും. ക്രൂരമായ പീഡനങ്ങൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തും മറ്റും നേരിടേണ്ടി വരുന്നു. കമ്പനി പറയുന്നത്ര വിപണനം നടന്നില്ലെങ്കിൽ ശാരീരികമായും മാനസികമായും അതിക്രൂര പീഡനത്തിനാണ് ഇരയാകേണ്ടി വരിക. ഇതെല്ലാം പുറം ലോകത്തേക്ക് മറ്റൊരാളോട് പറയുവാനുള്ള അവസരങ്ങൾക്കും കമ്പനി അധികൃതർ ഇടവരുത്തില്ല. കേരളത്തിന്റെ പല ജില്ലകളിലും വാടക വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പെരുമ്പാവൂരിലെ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും മറ്റ് മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, കമ്പനിക്കെതിരെ തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പറയപ്പെടുന്ന ശമ്പളം നൽകിയില്ലെന്നും വളരെ തുച്ഛമായ പണം മാത്രമാണ് നൽകുന്നതെന്നും അത് തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് തരാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നും തട്ടിപ്പിന് ഇരയായ യുവാക്കൾ പറയുന്നു. പോലീസിൽ പലയാവർത്തി പരാതി പറയുവാൻ ശ്രമിച്ചെങ്കിലും കമ്പനി ഭീഷണിപ്പെടുത്തുകയും മറ്റും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുമെന്നും പരാതിക്കാർ പറയുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.